ഇന്ന് നമ്മുടെ തിരൂർ മുനിസിപ്പാലിറ്റിയുടെ ഒരു മാസ്റ്റർ ക്ലീൻ എന്നൊരു പദ്ധതിയുമായി ഈ മഴക്കെടുതി വരുന്നതിൻ്റെ മുമ്പ് തിരൂരിനെ സംബന്ധിച്ച് തിങ്ങി നിൽക്കുന്ന ഒരു പട്ടണമാണ്. ഈ പട്ടണത്തിലെ പല മേഖലകളിലും ഇതുപോലെ വേസ്റ്റ് കുന്നുകൂടി അതിൻ്റെ കണ്ടിക്കൽ ജീവനക്കാർ ഓരോ ദിവസവും ക്ലീനാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും ഇന്ന് ഭാഷാ നഗരം, ശുചിത്വ നഗരം എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് തിരൂരിൻ്റെ ഈ പട്ടണം ഒരു മാസ്റ്റർ ട്രെയിനിങ് നടത്താൻ പോവുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ വ്യാപാരികളും വ്യവസായികളൊക്കെ ഇതിന് പൂർണ്ണമായും സഹകരിക്കണം. ഇന്നും നാളെയുമായി തിരൂർ പട്ടണം പല പ്രദേശങ്ങളിലും പയ്യനങ്ങാടി മുതൽ നടുവിലങ്ങാടി, പൂങ്ങോട്ടുകുളം ഭാഗത്ത്, എഴുന്നൂർ റോഡ് ഭാഗത്ത് ഇന്ന് ഈ ടീം 2 ദിവസം വെച്ച് പൂർണ്ണമായ ഒരു ക്ലീനിങ് സംവിധാനം. അതോടനുബന്ധിച്ച് തിരൂരിലെ 40 വാർഡുകളും ആ വാർഡ് കൗൺസിലേഴ്സ് അവിടുത്തെ സന്നദ്ധ സംഘടനകളെയും സാമൂഹ്യ പ്രവർത്തകരെയും ഒക്കെ ചേർത്തുകൊണ്ട് ആ കാര്യവും ഓരോ വാർഡുകളും ക്ലീനാക്കിക്കൊണ്ട് ഈ മഴക്കെടുതി വരുന്നതിന് മുമ്പ് പൂർണ്ണമായും തിരൂരിൻ്റെ പട്ടണം പ്രദേശവും പൂർണ്ണമായ ക്ലീനിങ്ങിൻ്റെ സംവിധാനം ഒരുക്കി. അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയ്ക്ക് ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് പല രോഗങ്ങളും, ഈ പനി പോലെയുള്ള രോഗങ്ങൾ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന അണുമുക്ത സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇതുമുതൽ ഈ ക്ലീനിങ്ങിൻ്റെ പ്രവൃത്തി ഇവിടെ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരൊക്കെ വളരെ ആത്മാർത്ഥമായി ഇതിന് സഹകരിക്കുക. എല്ലാവരുടെ ട്രേഡ് യൂണിയന്, അതുപോലെ തന്നെ വിവിധ കോറി മാർക്കറ്റ് അസോസിയേഷൻ ഉണ്ട്, ചേംബർ ഓഫ് കൊമേഴ്സ് ഉണ്ട്, അതുപോലെ വിദ്യാർത്ഥി സംഘടനകളുടെ കുട്ടികളുണ്ട്. തീർച്ചയായും തിരൂരിൻ്റെ ഈ 2 ദിവസം കൊണ്ട് തിരൂർ പൂർണ്ണമായും വേസ്റ്റ് മുക്ത തിരൂരായിക്കൊണ്ട് മാറ്റാൻ സാധിക്കുമെന്നുള്ള ഉറപ്പുണ്ട്. തുടർന്നും ഇവിടെ നിന്ന് പ്രത്യേകിച്ച് ഈ ബിസിനസ്സുകാരോടൊക്കെ കച്ചവടക്കാരോട് പറയാനുള്ളത്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. കേരളത്തിൻ്റെ ഒരു പ്രതിജ്ഞ തന്നെയാണ് ഈ വേസ്റ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ഓരോരുത്തരും മാനസികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അവർ സ്വയം മനസ്സിലാക്കുകയാണ് നമ്മളുടെ വേസ്റ്റ്, ആ വേസ്റ്റ് കണ്ടിന്യൂ ജീവനക്കാർ വരുമ്പോൾ അത് 2 or 3 തരമായി തിരിച്ചുകൊണ്ട് വേസ്റ്റ്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ്, മറ്റ് ബോട്ടിൽ തരങ്ങളിലുള്ള വേസ്റ്റ്, ഇതൊക്കെ വേർതിരിച്ചുകൊണ്ട് അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോകും. അതിന് ഈ ഭരണസമിതിയുമായി പൂർണ്ണമായും എല്ലാവരും സഹകരിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ തുടക്കം കുറിച്ചതായി അറിയിച്ചുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദി.